ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. ആദ്യം ഞാൻ പോയത് ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. അവിടെ നിന്ന് വലിയ കാര്യമായിട്ട് ഈ ക്ലിപ്പും കാര്യമൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. നേരെ ഞാൻ പോയത് പിന്നെ അന്നപൂർണ്ണയിലാണ് ഫുഡ് കഴിക്കാനായിട്ട്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തപ്പിപ്പിടിച്ചൊരു സീറ്റ് കിട്ടിയിട്ടോ. പിന്നെ ഞാൻ ഇവിടുത്തെ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. എനിക്ക് ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മസാലയായിരുന്നു കേട്ടോ. ഈ ഒരു ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയറ് ഫുൾ ആയിക്കോളും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുത്തെ തന്നെ രാവിലെ സ്നാക്ക് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു പരിപ്പോടെ ഒരു സമൂസയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പോടെ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പോടെ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ സമൂസയുടെ മസാല, ആ ഫില്ലിങ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാനങ്ങനെ ഇപ്പോഴും ചായ കുടിക്കാറില്ല കേട്ടോ, പുറത്തു പോകുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അവിടുന്ന് കഴുകി വന്നപ്പോഴാണ് അത് പാൽപ്പേട കണ്ടത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഒന്നിന് 5 രൂപയാണ്ടേ വരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നല്ല സൂപ്പർ ഫുഡായിരുന്നു രാവിലത്തെ ഫുഡ്. അങ്ങനെ അത് കഴിച്ച് ഞാൻ പോയത് നേരെ മഹാദേവൻ്റെ അമ്പലത്തിലാണ്. ആലുവ മഹാദേവൻ്റെ അമ്പലം ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഈ പാലം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാനായിട്ട് നല്ല രസമാണ്. നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടാവും കേട്ടോ, അത് കാണാനും നല്ല രസമാണ്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് വേണം പോകാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ബലി ഇടാനുള്ള കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് പേര് അങ്ങനെ ബലി ഇട്ട് വന്ന് പോകുന്നുണ്ട്. പ്രാവുകളൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നത് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ തൊഴാനായിട്ട് അകത്ത് കയറിയപ്പോൾ നല്ല തിരക്ക്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു വ്യൂ വരുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും, റിഫ്രഷ് ഒക്കെ ആവും കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കുറച്ച് നേരം ഇരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ഗുസ്തി കൂടുന്നത്. പിന്നെ കുറച്ച് പുഴയുടെ അടുത്തൊക്കെ പോയിട്ട് കുറച്ച് നേരം നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഒരു ബേക്കറിയിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് ഞാനൊരു ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഷാർജ ഷേക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഷേക്ക് നല്ല അടിപൊളി ഷേക്കായിരുന്നു കേട്ടോ. നല്ല ബൂസ്റ്റിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനത് വെറുത്തായിരുന്നു. ഒരു 60 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഷേക്കിന്. വീടെത്താറയപ്പോൾ ഒരു ജീരക സോഡയും കൂടെ ഞാൻ മേടിച്ച് കുടിച്ച് ഞാൻ വീട്ടിലേക്ക് 2 ഐസ്ക്രീമും കൂടെ മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.